ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിന്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെയും ആ മൃഗത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും യോഹന്നാൻ കാണുന്നു. 1-ാം വാക്യത്തിൽ അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. യഹൂദ ചിന്താഗതികൾ അനുസരിച്ച് ഒരു അധമ സ്ഥലമായിട്ടാണ് സമുദ്രത്തെ കണക്കാക്കുന്നത്. പുരാതന ഇസ്രയേൽ കടലിനെ കുറിച്ച് ജാഗ്രത പുലർത്തുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. അത് ദൈവത്തെ എതിർക്കുന്ന തിന്മയുടെ പ്രതിരൂപമായി കണക്കാക്കുന്നു. 89-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ യഹോവേ, നിന്റെ വിശ്വസ്തത നിന്നെ ചുറ്റിയിരിക്കുന്നു. നീ സമുദ്രത്തിന്റെ ഗർവത്തെ അടക്കി വാഴുന്നു. അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു എന്നെഴുതിയിരിക്കുന്നു. യെശയ്യാവ് 57:20 ദുഷ്ടന്മാരോ കലങ്ങി മറയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു എന്നെഴുതിയിരിക്കുന്നു. യോഹന്നാൻ കണ്ട മൃഗത്തിന് സമാനമായ ഒരു ദർശനം ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേലും വിവരിച്ചിട്ടുണ്ട്. ഈ മൃഗത്തിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തതായി 13:2 കാണുന്നു. മഹാസർപ്പത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ദൈവത്തിന്റെ പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ പടവെട്ടി ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ്. പിശാചാണ് മൃഗത്തിന് ശക്തിയും അധികാരവും കൊടുക്കുന്നത്. വേദ പണ്ഡിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഈ മൃഗം ജാതീയ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന എതിർ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ആരായിരിക്കും എതിർ ക്രിസ്തു അഥവാ ആന്റി ക്രൈസ്റ്റ്? സർവത്തിന്റെയും സൃഷ്ടിതാവും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ സകല മഹത്വവും യോഗ്യതയും ശക്തിയും തനിക്കുള്ളതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ അവകാശം സ്ഥാപിക്കുന്നതിനു വേണ്ടി വ്യാജമായ ശക്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന സാത്താന്യമായ ഒരു അഖില ലോക സ്വേച്ഛാധിപതിയായിരിക്കും എതിർ ക്രിസ്തു. 1 യോഹന്നാൻ 2:22 എഴുതിയിരിക്കുന്നത്, പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു എന്നാണ്. യോഹന്നാന്റെ 2-ാം ലേഖനം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. അന്ത്യനാഴികയിൽ എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. അധർമ്മമൂർത്തി, നാശയോഗ്യൻ, മൃഗം, ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ്, വരുവാനുള്ള പ്രഭു, ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രാജാവ്, ഇങ്ങനെ പല പര്യായങ്ങളും എതിർ ക്രിസ്തു എന്ന നാമത്തിന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ നിങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും
നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇത് സംഭവിക്കാൻ പോകുന്നത് മഹോദ്രവകാലത്തിന്റെ 2ാം പകുതിയിലാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ദൈവജനങ്ങൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിനു ശേഷം മേലാൽ സംഭവിപ്പാനുള്ള ദർശനങ്ങളാണ് യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. All who dwell on the earth will worship him, whose names have not been written in the book of life of the Lamb, slain from the foundation of the world. സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തെ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സകല ഭൂവാസികളും നമസ്കരിക്കും. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിച്ച സഭയെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. സഭ ഇതിനോടകം സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. എന്നാൽ മഹോദ്രവ കാലത്ത് ചിലർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻകീഴിൽ കണ്ടു എന്ന്. 7-ന്റെ 14-ാം വാക്യത്തിൽ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ദൈവജനത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് വരുന്ന ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഇന്ന് അവസരമുണ്ട്. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ മധ്യാകാശ വരവിങ്കൽ എടുക്കപ്പെട്ടാൽ ഈ മൃഗത്തെ നമസ്കരിക്കുവാൻ ഇടയാകുകയില്ല. ആകയാൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കാം, രക്ഷ പ്രാപിക്കാം. ഗാഡ് ബ്ലെസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. ഉത്തുംഗ